Hi all, it's me Habib Rahman and welcome back to Zod Online English Lessons. യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് യാത്ര ചെയ്യുന്നവർ കൂടിയാണ്. ബിസിനസ് ആവശ്യത്തിനും മറ്റും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഡയറക്ഷൻസ് ചോദിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് പലപ്പോഴും പരിഹാരം കണ്ടെത്താറുണ്ട്. എന്നാൽ ഒരിക്കലെങ്കിലും നമുക്ക് പണി തന്നിട്ടുണ്ടാവും ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് തന്നെ, അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡയറക്ഷൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ഹൗ ടു ആസ്ക് ആൻഡ് ഗിവ് ഡയറക്ഷൻസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഡയറക്ഷൻസ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് ഒരുപാട് ഫ്രേസുകളുണ്ട്. അതിൽ 2-3 ഫ്രേസുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഈസ് ദർ. ഈസ് ദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡയറക്ഷൻസ് ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് മീ, ഈസ് ദർ എ പെട്രോൾ സ്റ്റേഷൻ നിയർ ഹിയർ? ഇവിടെ അടുത്തൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടോ? എക്സ്ക്യൂസ് മീ, ഈസ് ദർ എ കെമിസ്റ്റ് നിയർ ഹിയർ? ഇവിടെ അടുത്തൊരു കെമിസ്റ്റ് ഉണ്ടോ? കെമിസ്റ്റ് മീൻസ് ഫാർമസി. ബ്രിട്ടീഷുകാർ കൂടുതലും കെമിസ്റ്റ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കാറുള്ളത്. അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ഫാർമസി എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് എക്സ്ക്യൂസ് മീ, ഇസ് ദർ ആൻ ATM കൗണ്ടർ നിയർ ഹിയർ? ഇവിടെ അടുത്തൊരു ATM കൗണ്ടർ ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഇവിടെ അടുത്തുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈസ് ദർ. പിന്നെ എന്താണോ നമുക്ക് ചോദിക്കേണ്ടത് അത് നിയർ ഹിയർ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? മീൻസ് നമ്മൾ സാധാരണഗതിയിൽ ഒരാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ക്യൂസ് മീ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ പോലീസ് സ്റ്റേഷൻ? എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ ചിൽഡ്രൻ പാർക്ക്? എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ ബീച്ച് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട്. എക്സ്ക്യൂസ് മീ, ഡു യു നോ വെർ ദ ബീച്ച് ഈസ്? ഓർ ഡു യു നോ വെർ ദ പോലീസ് സ്റ്റേഷൻ ഈസ്? ഓർ ഡു യു നോ വെർ ദ ചിൽഡ്രൻസ് പാർക്ക് ഈസ്? അപ്പോൾ ഇത് രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെർ ഈസ് എന്ന് ചോദിക്കാം, ഡു യു നോ വെർ എന്നുള്ള രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു ഫ്രേസ് ആണ് ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു മെട്രോ സ്ക്വയർ? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു സിറ്റി സെൻറ്റർ? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ മ്യൂസിയം? അങ്ങനെ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് പറയാം. ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു എന്നുള്ളതിന് പകരം ഹൗ ഡു ഐ ഗെറ്റ് ടു എന്നുള്ളതും ഉപയോഗിക്കാം. ഹൗ ഡു ഐ ഗെറ്റ് ടു ദ മ്യൂസിയം? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ മെട്രോ സ്ക്വയർ? ഓർ ഹൗ ഡു ഐ ഗെറ്റ് ടു ദ സിറ്റി സെൻറ്റർ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഡയറക്ഷൻസ് ഒരാളോട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഡയറക്ഷൻസ് നൽകുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന കുറച്ച് ഫ്രേസസും കൂടെ ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാണ് ദർ ഈസ് വൺ ഇൻ SM സ്ട്രീറ്റ്. ദർ ഈസ് വൺ ഇൻ SM സ്ട്രീറ്റ്. ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ ഈസ് ദർ വെച്ചിട്ട് ചോദിക്കുന്ന സമയത്തെ ആൻസർ പറയുന്നതാണ് ദർ ഈസ് വൺ ഇൻ SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എവിടെ ഉണ്ട്? SM സ്ട്രീറ്റിലുണ്ട്. ഇപ്പോൾ ഈസ് ദർ ആൻ ATM കൗണ്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ യെസ് ദർ ഈസ് വൺ ഇൻ SM സ്ട്രീറ്റ്. ഓർ ദർ ഈസ് വൺ ഇൻ ബെറി സ്ട്രീറ്റ്. ബെറി സ്ട്രീറ്റിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദർ ഈസ് വൺ. മറ്റൊരു ഫ്രേസാണ് ഗോ അലോങ് ദിസ് റോഡ് ആൻഡ് ടേൺ റൈറ്റ്. ഈ റോഡിലൂടെ നേരെ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? റൈറ്റിലേക്ക് തിരിയുക. ഓർ ഗോ അലോങ് ദിസ് സ്ട്രീറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. ഇടത്തോട്ട് തിരിയുക. അതേപോലെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് സ്ട്രീറ്റ് എന്നുള്ളതിൻ്റെ പകരം ഗോ അലോങ് ദിസ് റോഡ് എന്നുള്ളത് വേണമെങ്കിലും പറയാം. പിന്നെ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഗോ പാസ്റ്റ് ദ ചർച്ച് ഓർ ഗോ പാസ്റ്റ് ദ പബ് എന്നൊക്കെ. ഗോ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. നമ്മളൊരു സാധനം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഗോ പാസ്റ്റ്. ഗോ ഓവർ ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ പോവുക. ഇറ്റ്സ് ഓൺ യുവർ റൈറ്റ്, അത് നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ്. ഓർ ഇറ്റ്സ് ഓൺ യുവർ ലെഫ്റ്റ്, അത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് എന്നും ഇറ്റ്സ് ഓൺ ദ റൈറ്റ് എന്നും പറയാം. ഓൺ യുവർ ലെഫ്റ്റ് ഓർ ഓൺ യുവർ റൈറ്റ് എന്ന് പറയുന്നതിന് പകരം ഓൺ ദ ലെഫ്റ്റ്, ഓൺ ദ റൈറ്റ് എന്നുള്ളതും പറയാം. പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്
ഇറ്റ്സ് ഓപ്പോസിറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. അതെന്താണ്? സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ്സ് ഓപ്പോസിറ്റ് ദ പോലീസ് സ്റ്റേഷൻ. ദ പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ കോർട്ട്. അത് കോർട്ടിന് അടുത്താണ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ ബസ് സ്റ്റേഷൻ. ഇത് ബസ് സ്റ്റേഷന് അടുത്താണ്. ഇറ്റ് ഈസ് നിയർ എന്ന് ഉപയോഗിക്കാം. ഇറ്റ്സ് നിയർ ഹിയർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ അടുത്താണ്. ഇറ്റ്സ് നിയർ ദ കോർട്ട് എന്ന് പറഞ്ഞാൽ അത് കോർട്ടിന് അടുത്താണ്. അതുപോലെ അടുത്തുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഇറ്റ്സ് ഓവർ ഹിയർ. അത് ഇവിടെയാണ്. ഇറ്റ്സ് ഓവർ ദർ. അത് അവിടെയാണ്. ക്ലിയർ? അങ്ങനെ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഇറ്റ്സ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ്സ് ഓവർ ദർ. മറ്റൊരു ഫ്രേസാണ് യു കാൺ മിസ് ഇറ്റ്. നിങ്ങൾക്കത് മിസ്സാവില്ല, നിങ്ങളത് കാണാതെ പോവില്ല. നമ്മൾ മലയാളത്തിൽ പറയാം, നിങ്ങൾ കാണാതെ പോകില്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രേസാണ് യു കാൺ മിസ് ഇറ്റ്. ഇങ്ങനെ നമ്മൾ അവർ പറഞ്ഞു തരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിന് ആസ്പദമായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ഫാർ ഈസ് ഇറ്റ് എന്നുള്ളതൊന്ന്. ഹൗ ഫാർ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരമുണ്ട്. അതല്ലെങ്കിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. എത്ര സമയം എടുക്കും. ഓക്കെ, ഇവിടുന്ന് എത്ര സമയമുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ആൻസേഴ്സ് പറയുന്നതാണ് ഇറ്റ്സ് ഓൺലി 100 meters ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇറ്റ്സ് ഓൺലി 5 minutes വാക്ക് ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. മീൻസ് ഈ 100 meters എന്നുള്ളത് അവിടെ നമ്മൾ നമ്പേഴ്സ് മാറ്റാം. അല്ലെങ്കിൽ 5 minutes വാക്ക് എന്നുള്ളത് അത് എത്രയാണോ സമയം എടുക്കുന്നത് ആ രീതിയിൽ പറയാം. അപ്പോൾ ഇത്രയും ഫ്രേസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഡിറക്ഷൻസ് ചോദിക്കുക എന്നുള്ളതും ഡിറക്ഷൻസ് പറയുക എന്നുള്ളതും വളരെ ഈസിയാണ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ. For more updates, youtube.com/ZodEDU.